ഹായ് എവരി വൺ, അക്കാഡമീസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പൊ നമ്മള് ഈ വരുന്ന മെയ് 6-ാം തീയതി മുതൽ SSC CGL 2024 വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ടെലിഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും എല്ലാം ഇതിനെപ്പറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയം തൊട്ട് നമുക്ക് കിട്ടുന്ന കുറെ സംശയങ്ങൾക്കുള്ള ഉത്തരവും ജനറൽ ആയിട്ട് എങ്ങനെയാണ് ഈ സ്റ്റഡി പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനായിട്ടാണ് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതില് ആദ്യം നമുക്ക് കിട്ടുന്ന സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ, ഈ ഒരു സ്റ്റഡി പ്ലാനിന്റെ ഭാഗമാവാൻ പറ്റുമോ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ സ്റ്റഡി പ്ലാനിന്റെ ഭാഗമാവാൻ പറ്റുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ആദ്യം കിട്ടുന്ന ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങളൊരു ആസ്പിറന്റ് ആണെങ്കിൽ, നിങ്ങളൊരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ, അത് SSC ആയിക്കൊള്ളട്ടെ റെയിൽവേ ആയിക്കൊള്ളട്ടെ, പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റഡി പ്ലാനിന്റെ ഭാഗമായിട്ട് മാറാനായിട്ട് പറ്റും. അതിനിപ്പോ നിങ്ങൾ സൈഡായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, കുഴപ്പമില്ല. നിങ്ങളിപ്പോ ചിലർ വീട്ടമ്മയായിരിക്കും, കുഞ്ഞുങ്ങളുണ്ടാവും, ചെറിയ കുട്ടികളുണ്ടാവും, കുഴപ്പമില്ല. നിങ്ങളെ എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഗൈഡൻസ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ തരാനായിട്ട് പോകുന്നത്. ഡെയിലി ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ തരുന്ന എല്ലാ ടോപ്പിക്കുകളും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാനും പിന്നീട് അത് റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ തരുന്നുണ്ട്. അപ്പൊ ഇത് ആർക്കാണ് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടി. ഇനി ഏതൊക്കെ പരീക്ഷയ്ക്കാണ് ഈ സ്റ്റഡി പ്ലാൻ യൂസ്ഫുൾ ആവുക? ഇപ്പൊ നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ പേരിടുന്നത് SSC CGL സ്റ്റഡി പ്ലാൻ അല്ലെ, ഒന്ന് ആഞ്ഞു പഠിച്ചാലോ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് CGLന് മാത്രമുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണോ, CGLന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണോ എന്നുള്ളതാണ് നമുക്ക് പിന്നെ കിട്ടുന്ന ഒരു സംശയം. ഒരിക്കലുമല്ല. CGL എന്ന് പറയുന്ന പരീക്ഷയുടെ സിലബസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ SSC CHSL, SSC MTS, RRB NTPC, RRB ഗ്രൂപ്പ് ഡി, RPF, ലോക്കോ പൈലറ്റിന്റെ നോൺ ടെക്നിക്കൽ പാർട്ട്, RRBയുടെ ടെക്നീഷ്യൻ പോലത്തെ ഈ പറയുന്ന എല്ലാ പരീക്ഷകളുടെയും സിലബസ് SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുന്ന പരീക്ഷയുടെ എന്താണ്, സബ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ SSC CGL സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ടോപ്പിക്കുകൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബാക്കി എല്ലാ പരീക്ഷകളുടെയും സിലബസ് നിങ്ങൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ഒരു അധോലോകമായി മാറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പഠിച്ചു തീർക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇത് CGLന്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ CGL പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമുള്ളതല്ല. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ആ ലിസ്റ്റിലുള്ള ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിലും അതിനു വേണ്ടിയുള്ള പഠനം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കിട്ടുന്ന അടുത്ത സംശയമാണ്, എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? കാരണം ഈ വരാൻ പോകുന്ന CGL പരീക്ഷ നടക്കുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, SSC ഇപ്പൊ നമുക്ക് ഷെഡ്യൂൾ തന്നിരിക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് തീർക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് തീർക്കാൻ പറ്റും. നമ്മൾ ഈ വരുന്ന മെയ് 6-ാം തീയതി തുടങ്ങി ഏകദേശം 125 ദിവസങ്ങൾ എടുത്തുകൊണ്ട് കൃത്യമായി നിങ്ങളെ പഠിച്ചും പഠിപ്പിച്ചും റിവൈസ് ചെയ്യിച്ചും ഇത് തീർക്കാനുള്ള പ്ലാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്, നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ഒരു 120 ദിവസം കൊണ്ട് ഈ പറയുന്ന പോലെ ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ മിഡോട് കൂടി എന്ത് ചെയ്യുക തന്നെ ചെയ്യും, നമ്മൾ ഈ പറയുന്നത് പോലെ ഈ പരീക്ഷയുടെ ഫുൾ സിലബസ് എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ സ്റ്റഡി പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, അതാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ എന്ന് പറയുന്നത്. എന്താണ് അക്കാഡമീസ് നിങ്ങൾ ഒരു ആസ്പിറന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഒരു സ്റ്റഡി പ്ലാൻ ചെയ്ത് നമ്മൾ കൃത്യമായി തീർത്ത് വൈൻഡപ്പ് ചെയ്തതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അത് തീർന്നത്. ഇത് നമ്മൾ രണ്ടാമതായി ചെയ്യണം. ആദ്യം ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ എന്തുണ്ട്, നമ്മുടെ കൈമുതലായിട്ടുണ്ട്. എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. അങ്ങനെ പഠിച്ച മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളിലൂടെ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, SSC CGL 2024 സ്റ്റഡി പ്ലാൻ സീസൺ 2 ഒന്ന് ആഞ്ഞു പിടിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് ആഞ്ഞു പഠിച്ചാലോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പോകുന്നത് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെയാണത് ചെയ്യാൻ പോകുന്നത്? ഇതിൽ ഏറ്റവും പ്രൈമറിലി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ, അക്കാഡമീസിന്റെ മെയിൻ ടെലിഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നിങ്ങൾക്ക് അടുത്ത ദിവസത്തേക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ, നാളേക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ഞാൻ കൃത്യമായിട്ട് ഒരു ദിവസം നിങ്ങൾ പഠിക്കേണ്ടുന്ന ടോപ്പിക്കുകൾ പോസ്റ്റ് ചെയ്യും. അത് വെറുതെ അങ്ങനെ പോസ്റ്റ് ചെയ്യുക മാത്രമല്ല, ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഫിസിക്സിൽ നിന്ന് മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ആദ്യത്തെ ടോപ്പിക് ഇന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ ഫിസിക്സിൽ വരുന്ന ടോപ്പിക് അതിന്റെ റിവിഷൻ ആയിരിക്കും. വെറുതെ പഠിക്കാൻ ടോപ്പിക് തന്നു പോവല്ല, അത് റിവൈസ് ചെയ്യാനും നിങ്ങൾക്ക് സമയം വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് റിവൈസ് ചെയ്യാനുള്ള സമയം എന്ത് ചെയ്യും, നമ്മൾ ഒപ്പം തരും. അങ്ങനെ ഓരോ ടോപ്പിക്കും, ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുത്ത് ഒരു ടോപ്പിക് എടുത്ത് പറഞ്ഞാണ്. ഇതുപോലെ എല്ലാ ടോപ്പിക്കിനും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിവൈസ് ചെയ്യാനുള്ള സമയം, റിവൈസ് ചെയ്യാനുള്ള ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിരിക്കും എന്ന് പറയുന്നത് റിവിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കൃത്യമായി സിലബസിനെ കൃത്യമായി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പാഠഭാഗങ്ങൾ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ 4 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ 4 മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന പാഠഭാഗങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ എല്ലാ ദിവസവും നാളേക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഇന്ന് രാത്രി 8 മണിക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യും, നമ്മൾ പോസ്റ്റ് ചെയ്യും. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ല, രണ്ടാമതായിട്ട് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നൊരു കാര്യമുണ്ട്, കഴിഞ്ഞ വട്ടം നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ ദിവസവും പഠിക്കാൻ വരുന്ന ടോപ്പിക്കുകളെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 25 ചോദ്യങ്ങളുടെ പരീക്ഷ എന്ത് ചെയ്യും ഉണ്ടാവും. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഡേ 1 ഇപ്പോൾ ഫിസിക്സ് എന്നൊരു ടോപ്പിക് ഉണ്ടാവും, കെമിസ്ട്രി എന്നൊരു ടോപ്പിക് ഉണ്ടാവും, ഹിസ്റ്ററി എന്നൊരു ടോപ്പിക് ഉണ്ടാവും, സ്ട്രാറ്റജിക് എന്നൊരു ടോപ്പിക് ഉണ്ടാവും, മാത്സ് എന്നൊരു ടോപ്പിക് ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായ ടോപ്പിക്കുകളാണല്ലോ, വ്യത്യസ്തമായ സബ്ജക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായ ടോപ്പിക്കുകൾ ഉണ്ടാവല്ലോ. ആ തന്നിരിക്കുന്ന ഇപ്പോൾ 5 6 അല്ലെങ്കിൽ 6 7 ടോപ്പിക്കുകളാണ് ഒരു ദിവസത്തേക്ക് പഠിക്കുന്നില്ല. ആ ടോപ്പിക്കുകളിൽ നിന്ന് ഓൾറെഡി ഈ SSC RRB പരീക്ഷകളിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യം വന്നിട്ടുണ്ടോ, ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും. ആ വന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ നിങ്ങൾക്ക് ഒരു പോൾ ആയിട്ട് ടെലിഗ്രാമിൽ പോൾ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ചെയ്തുതരും. ഇതും നമ്മൾ ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റഡി പ്ലാൻ കൃത്യമായി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് തരുന്നു. 2, ഞാൻ ഈ പറഞ്ഞതുപോലെ ടെലിഗ്രാം പോളുകൾ നമ്മൾ കൃത്യമായിട്ട് ഡേ വൈസ് ഇട്ട് തരുന്നു. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് യൂട്യൂബിലെ റിവിഷൻ സെഷൻസ് എന്ന് പറയുന്നത്. ഓൾറെഡി ഇപ്പോഴും കഴിഞ്ഞ സീസണിന്റെ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ പ്ലേലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഏകദേശം 46 ക്ലാസ് ഇപ്പോഴത്തേക്ക് ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇനിയും നമുക്ക് ക്ലാസ്സുകളുണ്ട്, ഒരു 50 അത് ക്രോസ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ഈ പഠിച്ച പാഠഭാഗങ്ങൾ കമ്പൈൻ ചെയ്ത്, അതായത് ഇപ്പൊ നിങ്ങൾ ഫിസിക്സിൽ നിന്നൊരു 4-5 ദിവസം കഴിയുമ്പോൾ ഒരു 3 ടോപ്പിക് നിങ്ങൾ പഠിക്കും. അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആദ്യം നിങ്ങൾ സ്റ്റോൺ ഏജ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് ഏജ്, ഈ ഓർഡറിൽ എന്ത് ചെയ്യും, നിങ്ങൾ പഠിച്ചു പോകും. അങ്ങനെ 3-4 ടോപ്പിക് ആകുമ്പോൾ ആ ടോപ്പിക്കുകൾ കമ്പൈൻ ചെയ്തിട്ട് അതിന്റെ റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ലൈവ് ആയിട്ടുണ്ടാവും. എങ്ങനെ, ഈ 3-4 ടോപ്പിക്കുകൾ തീരുമ്പോൾ, ഒരു സബ്ജക്റ്റിന് തീരുമ്പോൾ അതിനെ ബേസ് ചെയ്ത് വീണ്ടും റിവിഷൻ ക്ലാസ്. അപ്പൊ ടെലിഗ്രാമിലുള്ളതില്ലേ, അതുകൊണ്ട് എക്സ്ട്രാ ആണ് ഈ പറയുന്നത്. ഇനി ഇങ്ങനെ റിവിഷൻ ക്ലാസ്സിൽ എന്തുണ്ടാവും, എല്ലാത്തിനും ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ഡെയിലി ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ, ടെലിഗ്രാമിൽ വരുന്ന ഡെയിലി ബേസ്ഡ് ആയിട്ടുള്ള ക്വിസ് അല്ലെങ്കിൽ പോള്, അതുപോലെ തന്നെ യൂട്യൂബിലെ റിവിഷൻ ക്ലാസ്, ഈ 3 കാര്യങ്ങളും ഫ്രീ ആണ്. തീർത്തും നമ്മുടെ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് സൗജന്യമായിട്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഇതിൽ എന്താ പെയ്ഡ് ആയിട്ടുള്ളത്, എല്ലാവർക്കും അറിയണമല്ലോ, ഒരു ക്യാച്ച് ഉണ്ടാവണമല്ലോ അല്ലെ, എന്താണ് ഇതിൽ പെയ്ഡ് ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പെയ്ഡ് ആയിട്ടൊന്നുമില്ല. ആകപ്പാട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ തരുന്ന സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാം. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ അക്കാഡമീസിന്റെ കോഴ്സ് എടുത്താണോ പഠിക്കുന്നത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാം. അല്ല നിങ്ങൾ ഇനി പുറത്ത് വേറെ ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കുന്ന ആളാണോ, അവിടുത്തെ ക്ലാസ് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. അല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ കോഴ്സ് എടുത്തിട്ടുണ്ടോ, അവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ അക്കാഡമീസിന്റെ കോഴ്സ് എടുത്തിട്ടാണ് പഠിക്കുന്നെങ്കിൽ നമ്മളാ തരുന്നത്, നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന SSC CGL ഓറിയന്റഡ് ആയിട്ടുള്ള കൃത്യമായ കോഴ്സ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CGL പഠിച്ച ബാക്കി പരീക്ഷയെല്ലാം എന്ത് ചെയ്യുകയും ചെയ്യും, കൂടെ കവർ ആവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ നമ്മുടെ കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ തരുന്ന ഈ സ്റ്റഡി പ്ലാന്റെ 130 ദിവസത്തെ സ്റ്റഡി പ്ലാനിലെ ഒരു ടോപ്പിക് പോലും നിങ്ങൾക്ക് മിസ്സിംഗ് ഉണ്ടാവില്ല. എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. അത് തപ്പി നിങ്ങൾ പുറത്തു പോകേണ്ട കാര്യം ഉണ്ടാവില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ പറയുന്നത് പോലെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിന്റെ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും, ആ ടോപ്പിക്കുകൾ കണ്ടെത്തി പഠിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു കൺവീനിയൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു കൺവീനിയൻസിന് മാത്രം എന്ത് ചെയ്യുന്നത്, നമ്മൾ പേയ്മെന്റ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ ഒരു നിർബന്ധമില്ല. ഞാൻ വീണ്ടും അത് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ നമ്മുടെ കോഴ്സ് എടുക്കുകയാണെങ്കിൽ കൃത്യമായി കൺവീനിയന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, എല്ലാവർക്കും നമ്മൾ തരികയും ചെയ്യും. എല്ലാവർക്കും ഇത് എന്ത് ചെയ്യും, ഓപ്പൺ ആയിരിക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ മെയ് 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന SSC CGL സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഇനി ഇതല്ലാത്ത എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് താഴെ കമന്റ് ചെയ്തോളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ തരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ എവിടെ നിന്ന് പഠിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ടോപ്പിക്കുകൾ അന്നന്ന് പഠിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ്. എവിടെ നിന്ന് വേണേലും പഠിച്ചോ, ഇറ്റ് ഡസൻ മാറ്റർ ടു മീ. പക്ഷെ നിങ്ങൾക്കത് മാറ്റർ ആണ്, നിങ്ങളത് കൃത്യമായിട്ട് എന്തിനാണ് നിങ്ങളത് പഠിച്ചു കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് മനസ്സിൽ വെക്കുക. ഞാൻ
ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഈ റിവിഷൻ പ്ലാന്റെ ഭാഗമായിട്ടുള്ളതെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഞാൻ നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ പോസ്റ്റ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ CGL കോഴ്സിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. താല്പര്യമുള്ളവർ കയറി നോക്കാം. നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കൊടുക്കാം. നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, ഇല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയും ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. കുറച്ചും കൂടെ ഒന്ന് ഷോർട്ട് ആക്കണം എന്ന് വിചാരിച്ചാണ്. പിന്നെ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ. ബൈ.